സ്കൂളിലെ ടീച്ചർ തന്നെയാണ്, സ്കൂൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിന് റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ചില മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ ഗിവർ മോർ മാർക്സ്, പിന്നെ ചില ഗിഫ്റ്റുകൾ കൊടുക്കുക. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ കൊടുക്കുന്ന സംഗതികൾ നമുക്ക് അത്ര കംഫർട്ടബിൾ സാധനമല്ല. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ്ടാഗ് വാല്യൂ. ഒരു മെമ്മറി കാർഡിൻ്റെ ഹാഷ്ടാഗ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ലോകത്ത് ഏറ്റവും അധികം മാൽവെയർ ആക്രമണം നടക്കുന്ന രാജ്യമേത്? ഉത്തരം ഇന്ത്യ എന്നാണ്. ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. അവർ എഴുതി വെച്ചിട്ടുള്ള നോട്ടിലൊക്കെ ഞാൻ ടൈം ട്രാവൽ ചെയ്യാണ്, എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ എൻ്റെ അവിടുത്തെ ദൗത്യം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും, എന്നിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് സൂയിസൈഡാണ്. ചൈൽഡ് ഫോൺ കണ്ട് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷ, എന്ത് പണിഷ്മെൻ്റ് ആയിരിക്കും? ദ മദർ ഇൻ മീ വിൽ ഡെഫിനറ്റ്ലി സേ ഫിനിഷ് ഹിം അപ്പ്. പക്ഷേ കുറച്ച് കാലമായിട്ട് കേരളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഈ നന്ദൻകോട്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി കേതലിനെ കമ്മീഷണർ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു. കൊലയിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരീക്ഷണം നടത്തിയിരുന്നുവെന്ന് കേതൽ. ശരിക്കും എന്താണ് മാം ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ? ഇത് ഈ ഡാർക്ക് വെബുമായിട്ട് കണക്റ്റഡ് ആണോ? സിറിഞ്ചിൽ ബ്ലഡ് എടുത്തിട്ട് കഥകൾ എഴുതുക, അല്ലെങ്കിൽ പൂച്ചയെ കൊന്നിടുക, പൂച്ചയുടെ ബ്ലഡ് ഡ്രോ ചെയ്യുക, കടലിലേക്ക് നടന്നു പോവുക, ഇടയ്ക്ക് ഗവേൺ യുവർ ചിൽഡ്രൻ, മോണിറ്റർ യുവർ ചിൽഡ്രൻ. അവനവൻ്റെ മക്കളെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ മക്കളെ എത്ര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും വല്ല നടു റോട്ടിൽ ഇട്ടിട്ട് പോവില്ലല്ലോ. ഹലോ ഹായ്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടും ആയിട്ടുള്ള ധന്യ മേനോനാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം മാം. താങ്ക് യു. ഞാൻ മാമിനെ കാണുന്ന സമയത്ത് ആദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ. പക്ഷേ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഹാഷ്ടാഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉപ്പാണ്, സിഗ്നേച്ചറാണ് ആക്ച്വലി. ഇപ്പം മെമ്മറി കാർഡിൻ്റെ എന്നല്ല, എന്ത് സാധനത്തിൻ്റെയും ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഹാഷ്ടാഗ് വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സിഗ്നേച്ചർ എടുക്കുക. ഉപ്പ് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഹാഷ്ടാഗ് വാല്യൂ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പ്രസ്തുത കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോടതിയിലുള്ള വാദങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഈ ഹാഷ്ടാഗ് വാല്യൂ മാറി എന്ന് പറയുന്ന ഒരു സാധ്യതകൾ നമുക്ക് അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, പറയുന്നുണ്ട്. എന്തൊക്കെ സാഹചര്യത്തിൽ ഈ ഹാഷ്ടാഗ് വാല്യൂവിൽ മാറ്റം ഉണ്ടാവും? ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു വേർഡ് ഡോക്യുമെൻ്റ് എടുക്കുകയാണ്. ആ ഡോക്യുമെൻറ്റിൽ മൈ നെയിം ഇസ് ധന്യ എന്നടിച്ചു, ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഞാൻ സേവ് ചെയ്തു, അതിനൊരു ഹാഷ്ടാഗ് വാല്യൂ എടുത്തു. ജിഷ്ണു അതെടുത്തിട്ട് ആ ഫുൾ സ്റ്റോപ്പ് മാറ്റി, ജസ്റ്റ് ഫുൾ സ്റ്റോപ്പ് മാറ്റി, അർത്ഥം മാറുന്നില്ല, വാല്യൂ മാറുന്നില്ല, ഒന്നുമില്ല. മൈ നെയിം ഇസ് ധന്യ തന്നെയാണ് ഡോക്യുമെൻ്റ് കിടക്കുന്നത്, ഒരു തരത്തിലും അത് മാറുന്നില്ല. ആ ഫുൾ സ്റ്റോപ്പ് മാത്രം എടുത്ത് മാറ്റി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഷ്ടാഗ് മാറി, അതിനൊപ്പം മാറി. വിച്ച് മീൻസ് ആ ഡോക്യുമെൻ്റ് എഡിറ്റഡ് ആണ്. ഓക്കെ, എന്തോ തരത്തിൽ, എന്ത് എഡിറ്റിംഗ് ആണ് എന്നുള്ളത് തന്നെയുള്ളൊരു ക്ലാരിഫിക്കേഷൻ അല്ല, എന്തെങ്കിലും തരത്തിൽ അത് എഡിറ്റഡ് ആണ്. അപ്പോൾ ഒരു ഡിവൈസിൻ്റെ എടുക്കുമ്പോൾ ആ ഡിവൈസിലേക്ക് വേറെ എന്തെങ്കിലും കോപ്പി ചെയ്യുക, ആ ഡിവൈസിലെ ഫയൽ നെയിം മാറ്റിയിടുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓൾട്ടറേഷൻസോ എഡിറ്റിങ്ങോ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസിൻ്റെ ഹാഷ്ടാഗ് വാല്യൂ മാറും, ഡോക്യുമെൻറ്റിൻ്റെ ഹാഷ്ടാഗ് വാല്യൂ മാറും. ഇത് എന്തിനാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ, ഇതുപോലെ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഓൾട്ടറേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു ഡിജിറ്റലി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി, ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ്ടാഗ് വാല്യൂ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കുറച്ച് വിവാദമായിട്ടുള്ള കാര്യമാണ് ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഞ്ചാർ സാധി ആപ്പ് എല്ലാ ഫോണിലും നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഓർഡർ വന്നു, പിന്നീട് അവരത് പിൻവലിക്കുകയുണ്ടായി. ശരിക്കും മാമിന് ഒരു എക്സ്പേർട്ട് എന്ന നിലയിൽ എന്താ ശരിക്കും അതിൽ തോന്നുന്നത്? അതിൽ എന്താ സഞ്ചാർ സാധി ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും പിന്നെ എന്തുകൊണ്ടായിരിക്കും അത് പിൻവലിച്ചിട്ടുണ്ടാവും? ഒരു കൺട്രിയുടെ ഗവർണൻസ് പറയാണ് ഒരു സാധനം കമ്പൽസറി ആണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മൊബിലൈസ് ചെയ്തേ പറ്റും, അതിലൊരു സംശയമില്ല. അതിപ്പോൾ ഇന്ത്യ മഹാരാജ്യം മാത്രമൊന്നുമല്ല, ഏത് കൺട്രിയിൽ പോയാലും ആ കൺട്രിയിൽ താമസിക്കണമെങ്കിൽ ഇഫ് യു ഹാവ് ടു യൂസ് ദിസ് പെർട്ടിക്കുലർ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തേ പറ്റും. സഞ്ചാർ സാധി ആപ്പിനെ സംബന്ധിച്ചോളം ബേസിക്കലി നമ്മളെ, അതായത് അതിൻ്റെ സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് അത് പ്രോമിസ് ചെയ്തിരുന്നത്. എന്തിന്? ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിൻ്റെ അടുത്തുനിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ പേരിൽ എത്ര സിം ഉണ്ട് എന്നുള്ളത് അത് പറഞ്ഞു തരും എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ഒന്ന്, എൻ്റെ ഒരു പേഴ്സണൽ ചെക്കിങ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഓഫീസിൽ അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്
അത് കമ്പൾസറി എന്ന് പറയുന്ന സമയത്തും അതിൻ്റെ വാല്യൂ പുറത്ത് വന്നിരുന്നത് ഒത്തൻറ്റിക് ആയിരുന്നില്ല എന്ന് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം. എൻ്റെ പേരിൽ 2 or 3 സിം ഉള്ളപ്പോഴും ഒരൊറ്റ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എത്ര സിം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരെണ്ണം തന്നെ കാണിച്ചിരുന്നുള്ളൂ. അല്ല ഇപ്പോൾ നമ്മുടെ പേരിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്ത് പോവാം. പക്ഷെ നമുക്കറിയായിരുന്നു എൻ്റെ പേരിൽ 2 or 3 ഉണ്ട് എന്നുള്ളത്. പക്ഷെ റിസൾട്ട് ഒന്നേ വന്നുള്ളൂ എന്നുള്ളത് കാണുമ്പോൾ നമുക്കറിയാതെ നോട്ട് ആക്യുറേറ്റ് എന്നുള്ള ഒരു ആക്യുറസി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 2 ഡെഫിനറ്റ്ലി ഇൻവേഷൻ ഓഫ് പ്രൈവസി ആണ് അതിനകത്ത് വലിയൊരു കണ്ടൻഷൻ ഉണ്ടായിരുന്നത്. നമ്മളെ എല്ലാവരെയും എന്താ പറയുക ടോർച്ചിൻ്റെ ക്ലോസ്ലി വാച്ച് ചെയ്യുക, നമ്മളെയൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ ദാറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഇംപ്ലിമെൻറ്റ്. വേണോ എന്ന് ചോദിച്ചാൽ ഒരു രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ പറയുമ്പോൾ രാജ്യം പറഞ്ഞാൽ അത് കേൾക്കാവുന്ന ബാധ്യസ്ഥരാണ്. ആസ് എ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്നോട് ചോദിച്ചാൽ വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയും ഞാൻ, ബിക്കോസ് അതൊരു കൺട്രോൾ ഫാക്ടറാണ്. ബട്ട് ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ വിൽ ഐ ബി റെഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരും, പ്രൈവസി ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചത് ആസ് എൻ ഇന്ത്യൻ ആണ്, എൻജോയ്ഡ് ഓൾ മൈ ഫ്രീഡം ലിവിങ് ഇൻ ഇന്ത്യ. അപ്പോൾ അൺലൈക്ക് അതർ കൺട്രീസ്, വേറെ കുറേ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു റെസ്ട്രിക്ഷനൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഇന്ത്യയിൽ ഇത്രയും നാൾ ജീവിച്ചിട്ട് നമ്മളെ മേത് പെട്ടെന്ന് ഒരു കൺട്രോൾ കൊണ്ടുവരണോ എന്ന് നോക്കുമ്പോൾ അതൊരു ക്വസ്റ്റനബിൾ ആണ്. ബട്ട് ആസ് എ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഐ വുഡ് ഓൾവേസ് സേ യെസ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സൈബർ സ്പേസിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെ എത്രത്തോളം സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു സർവൈലൻസിലാണ് നമ്മളുണ്ടാവുക? നമ്മൾ ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്താലും വൺസ് യു ആർ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ജൂറിസ്ഡിക്ഷനിൽ ഇന്ത്യൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വാച്ചിലാണ്. അവർക്ക് റൈറ്റ് ഉണ്ട്. ആദ്യത്തെ പ്രയോറിറ്റി ഫോർ എനി ഗവൺമെൻറ് ഇസ് സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ നമ്മളെ വാച്ച് ചെയ്യാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. ആ റൈറ്റ് ഇല്ലയെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പോലും മണ്ടത്തരാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പറയണത് നമുക്ക് സെക്യൂരിറ്റി വേണ്ടാന്ന്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന 4 ആളെ പറ്റിയിട്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഷുഡ് ഹാവ് ടേക്കൺ കെയർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പാർട്ട് ഓഫ് മെക്കാനിസം. ഏത് കൺട്രിയുടെ ആണെങ്കിലും നമ്മുടെ ആദ്യത്തെ ഡിജിറ്റൽ അല്ല നമ്മുടെ ഒരു അസറ്റ് എൻ്റെ ഫസ്റ്റ് റൈറ്റ് ഗവൺമെൻറ്റിനാണ്. നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ ഈ 4 സെൻറ്റ് ഭൂമി എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ 5 സെൻറ്റ്, ആക്ച്വലി അത് ഇന്ത്യയുടെ ആണ്. അത് തന്നെയാണ്. അതേ സെയിം കോൺസെപ്റ്റാണ് അസറ്റിൻ്റെ എന്ത് കാര്യം വന്നാലും. നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സിൻ്റെയും ആദ്യത്തെ ഓണർഷിപ്പ് ഗവൺമെൻറ്റാണ്. നമ്മളൊക്കെ ഓണേഴ്സാണ് ആസ് ലോങ് ആസ് യു അബൈഡ് ബൈ ദ റൂൾസ്. അപ്പോൾ പ്രൈവസി, സൈബർ സ്പേസിൽ ഒരു പ്രൈവസി എന്ന് പറയുന്നത് 100% പ്രൈവസി ഇല്ല എന്നുള്ള. ഗവൺമെൻറ് മാത്രമാണോ പ്രൈവസിക്ക് കോംപ്രമൈസ് ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഡിജിറ്റൽ സ്പേസിൽ ഇറ്റ് ഇസ് എ മിത്ത്. അങ്ങനെ ഒരു സാധനം ഇല്ല. അത് നമ്മൾ തന്നെയാണ് കാരണം. നമുക്ക് പ്രൈവസി അല്ലെങ്കിൽ എവിടെ പ്രൈവസി വേണമെന്ന് പോലും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റിലും ഓവർ എക്സ്പോസ്ഡ് ആണ്. അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കേർട്ടേൽ ചെയ്യുന്ന ഒരു പ്രൈവസി മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേണം, അത് ഒരു പരിധിയിട്ട ഞാൻ പറഞ്ഞില്ല. ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എനിക്കും ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വേണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ അത് മാത്രമാണോ ഓർ ആം ഐ ആക്ച്വലി പ്രൂഡൻറ്റ് ഇനഫ്? ഞാൻ സാമാന്യം കോഷ്യസ് ആയിട്ടാണോ എൻ്റെ പ്രൈവസി ഞാൻ കോംപ്രമൈസ് ചെയ്യാണ്ട് കൊണ്ട് നടക്കണേ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടോ എത്ര ആപ്സ് ഉണ്ട് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ആവശ്യത്തിനാണോ? അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്സിൻ്റെ ഒക്കെ സെർവർ എവിടെ ഇരിക്കുന്നത്? ഇന്ത്യയുടെ പോലുമല്ല. ഇന്ത്യൻ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുന്നു. വേറെ ഏതെങ്കിലും രാജ്യത്തിരിക്കുന്നവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് എന്തൊരു എന്നോട് ചോദിച്ചാൽ അത് ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിന്തിപ്പിച്ചാൽ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ത്യ ചെയ്യാത്തൊരു കാര്യം മറ്റൊരു രാജ്യം നമ്മളെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതമാവില്ല. നമുക്ക് ആർക്കും സമ്മതമാവില്ല. പക്ഷെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല, നമുക്ക് അറിയുന്നില്ല. ഇൻബിൽറ്റ് ആയിട്ട് ആപ്പുകൾ വരികയാണ്. ഇനി ഇൻബിൽറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ ആൾ പറഞ്ഞു ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്, ഉടനെ ഡൗൺലോഡ് ചെയ്യും. വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 5 മിനിറ്റിന് പകരം 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി ഓട്ടോറിക്ഷയ്ക്ക്, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തു. വേറെ ഫുഡ് ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തു. മറ്റൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്തിനാണ് നമ്മൾ ഈ ഓരോ ആപ്പുകളും ഡൗൺലോഡ് ചെയ്യണത്? അത് നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അന്ന് പകുതി കാര്യങ്ങൾ, ചില കേസുകളൊക്കെ നമ്മുടെ ഓഫീസിൽ അവാൻസോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഞെട്ടും. കാരണം 600 ചില്ലാൻ തൊട്ട് 2000 ആപ്പൊക്കെയാണ് ഓരോ ഗാജറ്റിൽ. ഇവരിങ്ങനെ ഈ ഐക്കൺസ് ഓർക്കണേന്ന് പോലും എനിക്ക് അതിശയം വരണം. ഇവരൊക്കെ ഓർമ്മശക്തിക്ക് വല്ല അവാർഡും കൊടുക്കണം. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന അത്ര ആപ്പ് ഉണ്ട് എനിക്കറിയില്ല. അവർ ഗാജറ്റ് നമുക്ക് കൊണ്ടുതരികയാണ്, സ്ക്രൂട്ടനിക്ക് കൊണ്ടുതരുമ്പോൾ 600 ചില്ലാൻ മുതൽക്ക് 2000 ആപ്സ് വരെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരികയാണ്. സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരെ നോക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഇത്രയും ആപ്പുകളിൽ പലതൊന്നും പ്രോപ്പർ
വാലിഡേഷൻ ഇല്ല, പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ല ഡൗൺലോഡ് ചെയ്തിട്ടില്ല, എന്നിട്ട് ദേ വാണ്ട് പ്രൊട്ടക്ഷൻ. അതായത് ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, എനിക്ക് എന്തൊക്കെ സൗകര്യം തന്നില്ല അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഒരു ലേമാൻസ് ലാംഗ്വേജ് പറഞ്ഞാൽ ഗേറ്റ് പൂട്ടില്ല, വാതിൽ പൂട്ടില്ല, ജനൽ പൂട്ടില്ല. ഇപ്പോൾ 2 ലക്ഷം രൂപ വീട്ടിൽ ക്യാഷായിട്ട് എടുത്ത് വെക്കും, അതിനെപ്പറ്റി പരസ്യവും കൊടുക്കും, എന്നിട്ട് അതാരും മോഷ്ടിക്കാനും പാടില്ല. മോഷ്ടിച്ച നിയമമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ന്യായീകരണം അല്ലേ എന്നുള്ളതിനൊരു പ്രശ്നമല്ലേ? വൈ ആർ വി ഡൂയിങ് ഓൾ ദീസ്? ഇതിനൊന്നും ഉത്തരമില്ല. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഇടണം നിങ്ങളാ തീരുമാനിക്കണം. എൻ്റെ നിയമവും ജിഷ്ണുവിൻ്റെ നിയമവും രണ്ടും രണ്ടാണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഇന്നലത്തെ അത്താഴത്തിന് സാമ്പാറും ചോറുമായിരുന്നോ ചപ്പാത്തിയും കുറുമയാണോ എന്ന് അറിഞ്ഞിട്ട് ആർക്ക് എന്താ ഗുണമുള്ളത്? ഞാൻ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുത്തരും? എനിക്ക് ഇല്ല. പിന്നെ എന്തിനാണിത് പറയണത്? എനിക്ക് ആവശ്യമില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇഫ് സംബഡി ഫീൽസ് അത് പറയുന്നതാണ് എൻ്റെ ഒരു വരുമാനം അല്ലെങ്കിൽ എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ കാര്യം അതാണെന്ന് തോന്നി അവർ ചെയ്തോട്ടെ, എനിക്കത് കാര്യമില്ല. അപ്പോൾ അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പോൺ വീഡിയോസ് കാണുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ പി ഹണ്ട് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് നമുക്ക് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ള അറിയില്ല. അങ്ങനെ ഒരു ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്നു. എന്തായിരുന്നു ശരിക്കും ഓപ്പറേഷൻ പി ഹണ്ട്? എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് എത്രത്തോളം ചൈൽഡ് പോർണോഗ്രഫിയുടെ ഒരു സ്കാമാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അതായത് കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്ന പോർണോഗ്രഫി പല രീതിയിൽ റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ സർക്കുലേഷൻ, അതിൻ്റെ പബ്ലിഷിങ്, കുട്ടികളെ ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കുട്ടിയെ പോർണോഗ്രഫി കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ക്രൈമാണ്. അത്തരം പോർണോഗ്രഫി കണ്ടന്റ് കൈവശം വെക്കുന്നതോ സർക്കുലേറ്റ് ചെയ്യുന്നതോ ക്രൈമാണ്. അത്തരം പോർണോഗ്രഫി കണ്ടന്റ് എന്താ പറയണേ കാണുന്നത് അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്നതും ക്രൈമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പോർണോഗ്രഫിക് കണ്ടന്റ് കുട്ടികളെ ആയിട്ട് എക്സ്പോസ് ചെയ്യണത്, അയച്ചു കൊടുക്കുക, അത്തരം കാര്യങ്ങളും ക്രൈമാണ്. അപ്പോൾ ഏജ് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കുട്ടികളെ എക്സ്പോസ്ഡ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇത് ഈ പറയുന്ന അവസാനത്തെ കാര്യം ആർക്കും അറിയില്ല, ആരും അത് നോക്കുന്നേ ഇല്ല. എല്ലാവരും ഇത് കാണാന്നുള്ള അല്ലെങ്കിൽ കുട്ടികളോട് എന്തെങ്കിലും ഫിസിക്കലി കാണിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, അതൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. അതല്ല, കുട്ടികളെ എക്സ്പോസ് ചെയ്യുന്നതും ക്രൈം തന്നെയാണ്. പക്ഷേ ഓപ്പറേഷൻ പി ഹണ്ടിൽ ബേസിക്കലി കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ശരിക്കും അവരെ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ വെച്ച് റെക്കോർഡ് ചെയ്യുക. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കൊറോണ സമയത്തും കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് അവരവരുടെ സെൽഫീസ് റെക്കോർഡ് ചെയ്യിക്കുക, എന്നിട്ടത് ബ്ലാക്ക് മെയിലിന് യൂസ് ചെയ്യുക. അപ്പോൾ വളരെ ചെറിയ കുട്ടികളായിരിക്കും. ചെറിയ കുട്ടികളുടെ അടുത്ത് പലപ്പോഴും സ്കൂളിൽ നിന്നാണ് വിളിക്കണേ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് വിളിക്കണേ എന്നൊക്കെ പറയുമ്പോൾ റൂമിൽ കയറൂ, നിങ്ങൾ റെക്കോർഡ് ചെയ്യൂ. അപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരൂ എന്നൊക്കെ പറയുമ്പോൾ അവരതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ റെക്കോർഡിങ് ഉപയോഗിച്ചിട്ട് പേരൻസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അത്തരം കേസുകളും കണ്ടിട്ടുണ്ട് നമ്മൾ. കുട്ടികളോട് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വീട്ടിൽ എവിടെയാണ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക, വീട്ടിൽ പണം എവിടെയാണ് വെച്ചിട്ടില്ല, അമ്മ അച്ഛനെ എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ചൈൽഡ് പോൺ വീഡിയോ കാണുക എന്ന് പറയുന്ന സമയത്ത് ഏത് മൊമെൻറ്റിലായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അയാളെ ഒരു വ്യക്തിനെ ഫ്ലാഗ് ചെയ്യുന്നത്? ഇയാളുടെ ഒരു എക്സ്റ്റൻഷൻ എന്തായിരിക്കും? അതായത് കാണുക, നോർമലി കാണുക എന്നുള്ളത് തന്നെ ക്രൈമാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ലാക്സ് ഓഫ് ആളുകൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇപ്പോൾ ഇവരിതിലൊരു അറസ്റ്റിലേക്കൊക്കെ പോകുന്നത് എന്ത് എക്സ്റ്റൻഷനിലായിരിക്കും ഇതൊരു അറസ്റ്റ്? ഒരു കേസ് വരണേനൊക്കെയാണ് അനുസരിച്ചിട്ട് വരണത്. ഒരു സൂമോട്ടോ കേസൊക്കെ എടുത്ത് വന്നിട്ടുള്ള വളരെ ഇതുപോലെ ഒരു ഓപ്പറേഷനൊക്കെ വരുന്ന സമയത്താണ് ആ സൂമോട്ടോ കേസുകളൊക്കെ വരിക. അതിനകത്തും ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയൊന്നും അറസ്റ്റ് കണ്ടാൽ പോരാ. നമ്മുടെ ജയിലുകൾ നിറയും. ചൈൽഡ് പോൺ കണ്ട് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷ, എന്ത് പണിഷ്മെന്റ് ആയിരിക്കും ശരിക്കും? 7 years വരെ. 7 വർഷം, പിന്നെ അതിന്റെ പിഴ. അതിനപ്പുറം ഈ പുറത്തിറങ്ങുമ്പോഴുള്ള അല്ലേ ഒരു 7 ദിവസം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിത് 7 years കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, 7 years കുറഞ്ഞു പോയി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഫോർ ആക്ച്വൽ പെർപെട്രേറ്റേഴ്സ്. ഇപ്പം നമ്മളുടെ അടുത്തൊക്കെ ചില കേസുകൾ വരണത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ചിലപ്പോൾ ഇതുപോലെ ല്യൂർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഒരു ട്യൂഷൻ ടീച്ചറായിട്ടുള്ള ഒരു കേസ് പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനായിട്ട് മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക. സ്കൂളിലെ ടീച്ചർ തന്നെയാണ്, സ്കൂൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിന് റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ചില മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ ഗിവർ മോർ മാർക്സ്, പിന്നെ ചില ഗിഫ്റ്റുകൾ കൊടുക്കുക.
പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ കൊടുക്കുന്ന സംഗതികൾ നമുക്ക് അത്ര കംഫർട്ടബിൾ സാധനമല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് റെക്കോർഡ് ചെയ്യുക. പിന്നെ അത് കഴിയുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് ആ കുട്ടിയെ തന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കും, ക്ലാസ്സിൽ പറയും, പേരൻസിന് കാണിച്ചു കൊടുക്കും, പേരൻസിന് ഇത് കഴിയുമ്പോഴേക്കും ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഈ 2.5 കൊല്ലത്തോളം ഈ കുട്ടിയും വലുതാവുകയും കൂടിയാണ്, കാര്യങ്ങൾ മനസ്സിലാവുകയും കൂടിയാണ്. ആദ്യം തുടങ്ങുമ്പോൾ ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ തുടങ്ങി വെച്ചാൽ 2.5 കൊല്ലം കൊണ്ട് ആ കുട്ടിയും മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങളും. ആ ഒരു റെക്കോർഡ് ചെയ്ത് ഈ പറയുന്ന ഒരാൾക്ക് ഒരു 7 കൊല്ലമൊന്നും കിട്ടിയാൽ പോരല്ലോ. എന്നോട് ചോദിച്ചാൽ പോരാ, ഒരിക്കലും ദ മദർ ഇൻ മീ വിൽ ഡെഫിനറ്റ്ലി സേ ഫിനിഷ് ഹിം ഓഫ്. പക്ഷേ നമുക്കതിനുള്ളൊരു വകുപ്പ് ഇവിടെ ഇല്ല. നിയമപരമായിട്ട് തന്നെ പോകണം, കേസ് കൊടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ 7 കൊല്ലമൊന്നും പോരാ എന്നുള്ളത് കംപ്ലീറ്റ്ലി അഗ്രി അവിടെ വെച്ചിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 7 years ഇസ് ഇനി മേലാക്ക് ചിന്തിക്കരുതെന്ന് പറയില്ലേ. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു 500 ആളെ, 500 ആളും ഇപ്പോൾ ജയിലിലില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിനകത്ത് പലവരും അണ്ടർഗോ ചെയ്തിട്ടുള്ളൊരു സോഷ്യൽ സ്റ്റിഗ്മയും ട്രോമയും ഉണ്ടല്ലോ. അത് തന്നെ കുറച്ചൊക്കെ ധാരാളമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഓപ്പറേഷനെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരം കേസുകൾ ഇപ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള അറസ്റ്റുകളൊക്കെ നടന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയും നമ്മൾ പൊതുവെ അഭ്യസ്തര വിദ്യ എന്ന് വിചാരിക്കുന്ന മലയാളികൾക്കിടയിലും എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് ഒരു 500 അറസ്റ്റുകളോളം നടന്നിട്ടുണ്ട്. അപ്പോൾ മാമിൻ്റെ മുന്നിലേക്ക് വന്ന അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കേസുകളുണ്ടോ? അപ്പോൾ അതാ പറഞ്ഞത്, നമ്മുടെ ഓഫീസിൽ വാൻസോല് വന്നിട്ടുണ്ടായിരുന്ന കേസുകളിൽ ഒന്നാണ് ഈ കുട്ടികളെ കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള സ്കൂളും മുഖേന വന്നില്ല. കാരണം നമുക്കൊരു NGO ഉണ്ട് വാൻസോ എന്നുള്ള പേരിൽ തന്നെ. ആ NGO പല സ്കൂളുകളുടെയും അഡ്വൈസറി ബോർഡിൽ, സൈബർ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിലുള്ളതാണ്. അപ്പോൾ അത്തരം സ്കൂളുകളിലേക്കുള്ള ചില കാര്യങ്ങൾ വരിക, അവരുടെ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരിക, ഡേറ്റ എടുക്കുക, എന്നിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക, അവിടെ ബ്ലാക്ക് മെയിൽ നടക്കുക, അതൊക്കെ ചെയ്തു വന്നിട്ടുള്ള കേസുകൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളിൽ പോകുമ്പോഴുള്ള ഇഷ്യൂസ്, അതും വന്നിട്ടുണ്ട്. അത്തരം കേസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള കേസിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത്. കുട്ടികളുടെ വീട്ടിലെ കാര്യങ്ങൾ പലതും റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുക, പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. കാരണം അവർക്ക് ഒരിക്കൽ പൈസ കിട്ടി, അതുകൊണ്ട് ചെയ്യുന്ന. ഇപ്പോൾ കാരണം അവർ ഡ്രഗ് അബ്യൂസിലേക്കും വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവർക്ക് പൈസ വേണം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പണം കിട്ടാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നോക്കി തുടങ്ങുക. വീട്ടിൽ നിന്ന് മോഷണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കുക, അതൊക്കെ ചെയ്യുന്നതിന് ഉപരിയായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി വരുമ്പോൾ ക്ലിപ്സ് നമുക്ക് അതും എക്സ്പീരിയൻസിൽ വന്നിട്ടുണ്ട്. വീട്ടിലെ ആൾക്കാർ സ്വന്തം സഹോദരന്മാരെ, അപ്പോൾ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമൊന്നുമില്ല കേട്ടോ ആ കാര്യത്തിൽ. കാരണം ആ ഒരു പ്രായത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, വൾണറബിൾ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ, ആൺകുട്ടി പെൺകുട്ടിക്കൊക്കെ ഒരുപോലെ തന്നെ. എൻ്റെ ഒരു പ്രായത്തിലൊക്കെ നമുക്കിപ്പോൾ 4 letter വേർഡായിട്ടുള്ള ഒരു എക്സ്പോഷർ വരിക എന്ന് വിചാരിക്കും. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എങ്ങനെയാണ് നമ്മളറിയാം. നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കണം. വീട്ടിൽ വന്ന് ചോദിക്കാൻ നമ്മുടെ കാരണവന്മാരേ ഉള്ളൂ. ചീത്ത പറഞ്ഞിട്ട് പുറം പൊളിക്കും അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഇല്ലേ. അപ്പോൾ ഡിക്ഷണറി എടുത്ത് നോക്കുക. അപ്പോൾ എൻ്റെ അച്ഛമ്മയൊക്കെ ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടാണ്ട് ഞാൻ വന്ന് ചോദിച്ചിട്ടുണ്ട് ആ 4 letter വേർഡിൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ ഉടനെ എൻ്റെ അമ്മ പാരനോയിഡ് ഉണ്ട്, കാരണം അമ്മയ്ക്ക് പേടിയായിരുന്നു ഇനി എന്താവും എന്നുള്ളത്. അപ്പോൾ അച്ഛമ്മ പക്ഷേ സ്കൂൾ ടീച്ചറായിരുന്നു, സ്കൂൾ ഹെഡ് മിസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളായിരുന്നു. 37 പറഞ്ഞു ഡിക്ഷണറി എടുത്ത് വായിക്കാൻ പറഞ്ഞു. അത് അതിലും വലിയ അപകടമായി. കാരണം എന്താ വെച്ചാൽ ഈ ഡിക്ഷണറി ഇത്ര ഖനുണ്ട്, ഇത് കൊണ്ടുവന്ന് വായിച്ചു കഴിഞ്ഞാൽ വാക്ക് കണ്ടുപിടിക്കാൻ 1.5 മണിക്കൂർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൈറ്റ് സൈഡിൽ എഴുതിയ ഒരു സാധനം വായിച്ചാൽ അത് മനസ്സിലാവണില്ലേ. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അത് മനസ്സിലാവണ ഒരു പ്രായം വരുമ്പോൾ അപ്പം ഈ വാക്ക് ഉപയോഗിക്കാം, അതുവരെ ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ പറഞ്ഞു തരാൻ മെച്ചോർഡായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടാവുക. 2 അങ്ങനെ ചോദിക്കാൻ പാകത്തിന് ആൾക്കാർ വീട്ടിലുണ്ടാവുക. ഇതൊക്കെ ഒരു സാഹചര്യമാണ്. ഇന്ന് കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യത്തെ ചോദ്യം പോണത് ഗൂഗിൾ. അതെ, ഭഗവാൻ എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഭഗവാനോടാണ് ചോദിക്കുന്നു. ചോദിച്ചാൽ 5 dimensional അതിൻ്റെ ആൻസേഴ്സ് തരും. അപ്പോൾ പിന്നെ അവിടെ ഒരു ക്യൂരിയോസിറ്റി, ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഇൻ ക്യൂരിയോസിറ്റി പോലും ഇല്ല. ഈ സൈബർ സ്പേസിൻ്റെ വ്യാപകമായിട്ടുള്ള ഒരു ഉപയോഗം ഈ കുട്ടികളുടെ മീൻസ് ബ്രെയിനിൻ്റെ ഒരു വളർച്ചയൊക്കെ, എനിക്കങ്ങനെ ഫിസിയോളജിക്കലായൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. ഞാൻ എൻ്റെ ഒരു മേഖലയല്ല അത്. ബട്ട് ഞങ്ങൾ പിയേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ കോൺഫറൻസസിനൊക്കെ പോകുമ്പോൾ പലരും പറയുന്നുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് മെമ്മറി പ്രോബ്ലം,
രണ്ട് ഫോക്കസ് പ്രോബ്ലം, അറ്റൻഷൻ പ്രോബ്ലം. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം, ഇത്തരം ഡിജിറ്റൽ സ്പേസസ് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ വരണ ഫിസിയോളജിക്കൽ ഡാമേജ്, കയ്യിൻ്റെ വേദന, കഴുത്തിൻ്റെ ഇഷ്യൂസ്, റെറ്റിന ഡാമേജ്, സ്റ്റിൽ റെറ്റിനയൊക്കെ വന്നിട്ട് കംപ്ലയിൻസ് പറയേണ്ടത് ഐബോൾ മൂവ് ചെയ്യില്ല അത്രേ. അപ്പോൾ നമ്മൾ വിരലനക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് കണ്ണിൻ്റെ ഐബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. സ്ലീപ്പ് പ്രോബ്ലംസ്, ബിഹേവിയറൽ പ്രോബ്ലംസ് അണ്ടർസ്റ്റുഡാണ്. അത് ശരിക്കും നമ്മളിപ്പോൾ എന്താ പറയണേ, ഡിജിറ്റൽ ഓട്ടിസം, സ്ക്രീൻ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് ഒരു വാക്കാണ്, ഇറ്റ്സ് എ ടെർമിനോളജി. കാരണം അത് ശരിക്കും ഉള്ളതാണെന്നാണ് ഇപ്പോൾ മെഡിക്കൽ ആൾക്കാർ പറയുന്നത്. കാരണം എടുത്തു നോക്കൂ, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഡിജിറ്റൽ സ്പേസ് എടുത്തു നോക്കൂ, റിയാക്ഷൻ ഭയങ്കര നമ്മൾ വിചാരിക്കാൻ പറ്റാത്തൊരു ആണ്. പക്ഷേ യങ്ങർ ദേ ആർ ഈസിയർ ടു കറക്റ്റ് ആണ്. വലുതാവും തോറുമാണ് നമുക്ക് അതൊരു ബുദ്ധിമുട്ട് വരിക. ഏറ്റവും വളരെ ചെറുപ്പത്തിൽ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അവരുടെ ആ സ്പാനും വളരെ ചെറുതാണ്. വാശി പിടിച്ചാൽ എത്ര നേരം, അടുത്ത പ്രാവശ്യം വിശക്കുന്നവരെ വാശി പിടിക്കുള്ളൂ. അതിൽ ഫുഡ് ഹാബിറ്റ്സിലും പ്രോബ്ലം വരുന്നുണ്ട്. കുട്ടികൾ പലപ്പോഴും കഴിക്കുന്നത് ഇത് കണ്ടുകൊണ്ടാണെന്നുള്ളത്, എന്താ കഴിക്കുന്നത്, എത്ര കഴിക്കുന്നു എന്നുള്ളത് പോലും അറിയാണ്ടാണ് കഴിക്കണേ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, അത് പാർട്ട്നേഴ്സ് ആവാം, ലവേഴ്സ് ആവാം, എങ്ങനെയോ ആവാം. ഇതിനെ സൈബർ സ്പേസിലേക്ക് കൊണ്ടുവരുന്ന കേസുകൾ ഒരുപാട് മുന്നിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ പേഴ്സണലി 24 കൊല്ലമായിട്ടും എവാൻസോ എന്നുള്ള സ്പേസ് 16 കൊല്ലമായിട്ടും ഞങ്ങൾ റിലേഷൻഷിപ്സ് ഇഷ്യൂസ് കൈകാര്യം ചെയ്യില്ല. അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ കാര്യങ്ങളൊക്കെ അതിലൊക്കെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സംശയം നിവാരണം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഞങ്ങൾ ലൊക്കേഷൻ ട്രേസ് ചെയ്യില്ല. ഒന്നത് ഇല്ലീഗലാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരാളെയും വേറൊരാളുടെ സ്പേസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കടത്തി വിടാനായിട്ടുള്ള ഒരു പെർമിഷൻ നമുക്കില്ല, ആർക്കും ഇല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ മോണിറ്റർ ചെയ്യാൻ പേരൻസിനില്ല അവകാശം. പിന്നെയല്ലേ പാർട്ട്നേഴ്സ് എന്ന് പറയും. അതുപോലെ പാസ്വേഡ് പൊട്ടിച്ച് തരുമോ എന്ന് വന്ന് ചോദിക്കും നമ്മുടെ അടുത്ത്. അതുപോലെ ഇമെയിൽ നോക്കി തരുമോ എന്ന് ചോദിക്കും. കോൾ ലോഗ് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇന്നൊരു വേറെ ചിലവർ വന്നിട്ട് ചോദിക്കും, ഇന്നൊരു കോൺടാക്റ്റ് ഉണ്ടോയെന്ന് മാത്രം നോക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ തമാശയ്ക്ക് ഞാൻ പറയും, അതൊക്കെ നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ ഞാനിവിടെ 4 റോൾസ് റോയ്സ് ഓടിച്ച് നടക്കേണ്ട. അത് നമ്മൾ ചെയ്യാറില്ല, ആസ് എ പോളിസി ചെയ്യില്ല, ചെയ്യാൻ എൻകറേജ് ചെയ്യൂല. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇനിയിപ്പോൾ അത് എന്ത് വന്നാലും ചെയ്യില്ല. അത് ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അടുത്ത മാസം റേഷൻ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വന്നാലും അത് നമ്മൾ ചെയ്യില്ല, അത് നിർബന്ധമായിട്ടും ചെയ്യില്ല. പക്ഷേ അതേസമയം റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നമുക്ക് ഇപ്പോൾ 2 പേര് വളരെ കംഫർട്ടബിൾ റിലേഷൻഷിപ്പ് ആയിരിക്കും. അവർ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന സമയത്ത് ചില വൾണറബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ആസറ്റ്സ് ലൈക്ക് ഫോട്ടോസോ വീഡിയോസോ കോൾ റെക്കോർഡിങ്സോ അപ്പുറം ഇപ്പുറമുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഈതർ പാർട്ടി അത് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരും. അവിടെ ഞങ്ങൾ ലീഗലി അസിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ന്യായം അന്യായം എന്ന് നോക്കാൻ പറ്റാറില്ല. ടു ബി വെരി ഫ്രാങ്ക്, അതിനകത്തൊരു ന്യായം അന്യായം ഒക്കെ നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആരുടെ ഭാഗത്താണ് ആക്ച്വലി ഈ ഫാക്റ്റ് എന്നൊന്നും നോക്കാൻ പറ്റില്ല. 2 പേരും ട്രസ്റ്റ് ചെയ്തു ഒരു സമയത്ത് ട്രസ്റ്റ് ഇല്ല. പക്ഷെ ഹൂഎവർ അപ്രോച്ചസ് അവർക്ക് കിട്ടാവുന്ന ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി കൊടുക്കാറുണ്ട്. ഇറ്റ്സ് ഓൺലി എ ലീഗൽ അഡ്വൈസ്. ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ഇപ്പോൾ അവളുടെ ഒരു നൂഡ് പിക്ക് വെച്ചിട്ട് ഇവളെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആളെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാൾ മാമിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കേസിനെ മാം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഇത്തരം ഫോട്ടോസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കും. അതിനൊക്കെ നമ്മളൊരു സിഗ്നേച്ചർ ഇടും. ഈ പറഞ്ഞ പോലെ അത് എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ കൂട്ടർ ആവശ്യം എന്താണെന്ന് നോക്കും. ഇപ്പോൾ ഈ ബ്ലാക്ക് മെയിൽ മാത്രമാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ്, ഇപ്പോൾ ബ്ലാക്ക് മെയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, ബ്ലാക്ക് മെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ, യൂസ് ചെയ്തിരുന്ന അതേ നമ്പറിന് ഒരു പ്രാവശ്യം ബ്ലാക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. അത് ഈ കുട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ എവിഡൻസ് കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. റിട്രീവ് ചെയ്തൊക്കെ എടുത്ത്, പക്ഷെ അതിനൊരു ജുഡീഷ്യലി പ്രസൻസ് നമുക്ക് ഉണ്ടാവില്ല. നമുക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് എവിഡൻസ് മാത്രമേ ഉള്ളൂ. ഒരു ജുഡീഷ്യൽ എവിഡൻസ് നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് എവിഡൻസ് ഞങ്ങൾ റിക്കവർ ചെയ്തിട്ട് എടുക്കും. കാരണം അത് കിട്ടിയാൽ മാത്രമാണ് ഇനി അടുത്ത നമ്പർ എന്താണെന്നുള്ളതും ഇതിനോട് ഒരു കോറിലേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കോടതി പോകണമെങ്കിൽ ഒരു കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ കുട്ടിയും ഇയാളും തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നും ഈ കുട്ടിയും ഇയാളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നും അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ വന്നു എന്നുള്ളതും
അതിന്ന് വന്നൊരു കണ്ടിന്യൂഡ് കമ്മ്യൂണിക്കേഷനാണ് അടുത്ത നമ്പർ നിന്ന് വന്നതെന്നുള്ളതും അതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 4, 5, 6 നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ചിലപ്പം മൊബൈൽ ആൻസെറ്റ് തന്നെ മാറിയിട്ടുണ്ടാവും, ഏറ്റവും അവസാനമായിരിക്കും ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി എവിഡൻസ് കളക്ഷൻ അത് ചെയ്തിട്ട് നമ്മൾ അവരോട് പറയും ഒന്ന് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം, ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു പോലീസ് FIR കൊടുക്കണം, ആൻഡ് മീറ്റ് എ ലോയർ. ഒന്നുകിൽ അവർക്ക് അവരുടെ ലോയറിനെ കാണാം, അതല്ലാന്നുണ്ടെങ്കിൽ അവരെ റെഫർ ചെയ്യുന്ന ലോയറായിട്ട് നമ്മൾ കൺസൾട്ടേഷനിൽ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ വി വിൽ ടെൽ ദം വാട്ട് ടു ഡു. അല്ലെങ്കിൽ നമുക്ക് ഇൻ ഹൗസ് ലോയർ ലീഗൽ അസിസ്റ്റൻസ് ഉണ്ട്, അവർ അത് ചെയ്തു കൊടുക്കും ടു ഗോ ടു ദ കോർട്ട്. ഇതിനിപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ഇപ്പോൾ ഈ പറയുന്ന സെയിം പെൺകുട്ടിക്ക് ഒരു ഫാമിലി സപ്പോർട്ട് എന്തായാലും വേണ്ടി വരുമല്ലോ. ഐ മീൻ സോക്കോൾഡ് സിനാരിയോയിൽ അങ്ങനെ അതില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ഇത് പുറത്തൊന്നും അറിയാൻ പാടില്ല മാം, ഇത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം, അങ്ങനെ വരുന്ന സമയത്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മാത്രമല്ല, ഒരു പോലീസ് കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തേ പറ്റും. ആ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഡേറ്റ എന്തായാലും ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകും. അവിടുത്തെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അവരെയും പറഞ്ഞ് മനസ്സിലാക്കും. വീട്ടിൽ വല്ല അവതരിപ്പിക്കും. കൗൺസിലിങ്ങിൻ്റെ കാര്യം ഇപ്പം ഞങ്ങൾ തന്നെ അവതരിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ ഇരുത്തിയിട്ട് പേരൻസിനെ എത്തി സംസാരിക്കുക, അതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ തീരെ നിവൃത്തിയില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ ഏതെങ്കിലും NGOസിൻ്റെ മുഖേന ഇത് പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ഒന്നും കൂടി പോസ്റ്റ്പോൺ ചെയ്യും, ഈ കേസ് ഫയൽ ചെയ്യണത് ഒന്നും കൂടി പോസ്റ്റ്പോൺ ചെയ്യും. പക്ഷേ നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാണ്ട് പറ്റും. കുറച്ച് കാലമായിട്ട് കേരളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് അടുക്കിയൊരു കൊലപാതകമായിരുന്നു ഈ നന്ദൻകോട് കൊലപാതകം. അച്ഛനെയും അമ്മയും സഹോദരിയെയും കുന്നുകളെന്ന് പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കൊലപാതകം എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും എന്താണ് മാം ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ? ഇത് ഈ ഡാർക്ക് വെബുമായിട്ട് കണക്റ്റഡ് ആണോ? പല ഫാമിലീസിലും ഇത്തരം ആക്സിഡൻസ് സംഭവിച്ചിട്ടുള്ള ഫാമിലീസിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും പേരൻസ് അവെയറാണ് അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ അവെയറാണ് ഈ കുട്ടി എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വെച്ചാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത കാര്യമാണ് കുട്ടി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് മൈ ചൈൽഡ് ഇസ് ഓൺ എ അപ്പർ IQ ലെവൽ. അതുകൊണ്ട് അങ്ങോട്ട് എൻകറേജ്മെൻ്റ് ആണ്, തെറ്റില്ല. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടോ അങ്ങനെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ടോ തെറ്റെന്നല്ല പറയണേ. പക്ഷേ അവിടെ എവിടെയെങ്കിലും ആ ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ രക്ഷകർത്താക്കളെന്ന് പറയുന്നവർ അവൻ്റെ അടുത്ത് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഒരു ഫിസിക്കലായിട്ടൊരു ഇൻട്രാക്ഷൻ അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സീനിയർ ആളുടെ അടുത്ത് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ഇഷ്യൂ വരില്ല. പലപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ വരില്ല. കൂടെയുള്ളവരെ ഉപദ്രവിക്കുക, സ്വയം ദ്രോഹിക്കുക, പലപ്പോഴും ഇത്തരം ചെയ്യണ സമയത്ത് ദേ ആർ ഓൾസോ എക്സ്പോസ് ടു ഡ്രഗ്സ് ഓൾസോ. അങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസും കൂടെ നടക്കുന്ന സമയത്ത് ഈ കുട്ടികൾ അൺകൺട്രോളബിളാണ്. ഇവർ സ്വയം ബ്ലീഡ് ചെയ്യുക, സിറിഞ്ചിൽ ബ്ലഡ് എടുത്തിട്ട് കഥകൾ എഴുതുക, അല്ലെങ്കിൽ പൂച്ചയെ കൊന്നിടുക, പൂച്ചയുടെ ബ്ലഡ് ഡ്രോ ചെയ്യുക, കടലിലേക്ക് നടന്നു പോവുക, ഇടയ്ക്ക് തന്നെത്താനെ ഇരുട്ടത്ത് കിണറ്റിൻ്റെ വക്കത്ത് നടക്കുക. ചില കുട്ടികൾ 1-2 കേസുകൾ ഞങ്ങൾ നോക്കിയിട്ടുള്ളത് അവരുടെ തന്നെ ഫിസിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, ടൈം ട്രാവൽ. എനിക്ക് അറിയാത്തൊരു വിഷയമാണ്, അത് ഉപയോഗിച്ചൊരു വാക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ടൈം ട്രാവൽ ചെയ്തിരിക്കണം. അവർ എഴുതി വെച്ചിട്ടുള്ള നോട്ടിലൊക്കെ ഞാൻ ടൈം ട്രാവൽ ചെയ്യാണ്, എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ എൻ്റെ അവിടുത്തെ ദൗത്യം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്നിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് സൂയിസൈഡാണ്. ഒന്നുമില്ല അവനവൻ്റെ കട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്തിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ പിൽസ് എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു ധാരണ അവർ ടൈം ട്രാവൽ ചെയ്യുന്നു, ദേ വിൽ കം ബാക്ക്. ഇതൊരു ഹാലൂസിനേഷൻ ആണ്, വല്ലാത്തൊരു ഇപ്പം മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കുട്ടിയോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. വി ആർ ഓൺലി റീഡിങ് വാട്ട് എവർ മെറ്റീരിയൽ ദിസ് പേഴ്സൺ ഹാസ് കളക്റ്റഡ് ഡിജിറ്റലി. ഇമെയിൽസ് ആവാം, ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് ആവാം, ഇവരുടെ റീഡിങ് മെറ്റീരിയൽ ആവാം ഒക്കെയാണ്. ടു ബി വെരി ഓണസ്റ്റ്, ഈ റീഡിങ് മെറ്റീരിയൽ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ ടോപ്പിക് ഹെഡിങ്സ് മാത്രമേ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോലുള്ള അറിവുള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. അതിനകത്തേക്കൊക്കെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് വരുന്നതും ഓൺലൈൻ ഗെയിംസ് ത്രൂ ഉള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് ഒക്കെയാണ്. അൺഗവേൺഡ് ഓൺലൈൻ ഗെയിംസ്, അൺഗവേൺഡ് സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ വരുന്ന സമയത്ത് വരാവുന്ന ഒരു റിസ്ക്കാണ്. വളരെ ചെറിയ കുട്ടികളാണ്, അവർ കളിക്കുന്നു, അവരുടെ കൂടെ കളിക്കുന്ന വളരെ മെച്ചുവേർഡായിട്ടുള്ള 3-4 പേരായിരിക്കും. അതിൽ ചിലപ്പോൾ ഒരാൾ ഇതുപോലെ ഡീപ്പ് ഫേക്കിലിരിക്കുന്ന ഒരു ബോട്ടായിരിക്കാം, അല്ലെങ്കിൽ 3-4 പേരുടെ കൂടെ കളിക്കുന്ന മറ്റ് കുറേ പേരുണ്ടാവാം. അവരിൽ ആരെങ്കിലും ആയിരിക്കാം ഈ പറയുന്ന ഡീപ്പ് ഫേക്ക് അക്കൗണ്ടുള്ള ആൾക്കാർ. അവരോടൊക്കെ എക്സ്പോസ്ഡ് ആക്കുന്നത് നമ്മൾ ഇതൊരു തരത്തിലുള്ള ലൂപ്പാണ്. ഈ ഇങ്ങനെ പെട്ടുപോയിട്ട് നോർമലായ ആളുകൾ അതുമുണ്ട്, എണ്ണത്തിൽ കൂടുതൽ തന്നെയാണത്. അതിനും ഭേദം കുറച്ചൊരു പ്രിവെൻഷൻ മെക്കാനിസം എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഗവേൺ യുവർ ചിൽഡ്രൻ, മോണിറ്റർ യുവർ ചിൽഡ്രൻ. അവനവൻ്റെ മക്കളെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല,
നമ്മൾ മക്കളെ എത്ര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും വല്ല നടു റോട്ടിൽ ഇട്ടിട്ട് പോവില്ലല്ലോ. നിങ്ങൾക്ക് 45 മിനിറ്റ് ഓൺ ദ ഗാജറ്റ് ഒരു ദിവസം, എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഡിജിറ്റൽ സ്പേസിൽ 45 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്പോഷർ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ സമ്മതിക്കില്ല അല്ലേ, കൂട്ടിയിട്ട് കത്തിച്ചളിയില്ല എന്നെ. ആ അവസ്ഥയിലാണ് ഞാനും. പക്ഷേ അതൊക്കെ തന്നെ പറയാനുള്ളൂ. ടൈം ടേബിൾ വെക്കുക, റെഗുലേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഫോർ യുവർ ഓൺ ഗുഡ് ആക്ച്വലി. ഇത്രയും 24 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കേസോ ഒരു ഇൻസിഡൻറ്റ്? എപ്പോഴും കുട്ടികളുടെ തന്നെയാണ് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും ഇപ്പോൾ മാൻ മിസ്സിങ് കേസസ്, കുട്ടികളുടെ അബ്ഡക്ഷൻ കേസസ്, കുട്ടികളെ ഒരുപാട് ഓർഗൻ ട്രേഡിങ്ങിനും സെക്സ് ട്രേഡിങ്ങിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള, അവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതിനകത്ത് സ്കാം അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമ്മൾ പോകും സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൗണ്ടിങ് ദ ബ്ലെസ്സിങ്സും. അപ്പോഴാണ് നമ്മളൊക്കെ എത്രയോ സേഫാണ്, എത്രയോ ബ്ലെസ്ഡ് ആണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. കേരളമല്ല മാം പറയണേ? എല്ലായിടത്തും. ഞാൻ ഗ്ലോബലി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ കേരളത്തിൽ മാത്രം എന്ന് നമുക്ക് പറയാനില്ല. ഇതൊക്കെ കേരളത്തിലും ബാധകമാണ്, എല്ലായിടത്തും. ഡിജിറ്റലി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസിയേഷൻ ഇല്ല, ഒരു ജോഗ്രഫിക്കൽ ഡിഫറൻസിയേഷൻ ഇല്ല, ഒരു സോഷ്യൽ സ്റ്റാറ്റം ഡിഫറൻസിയേഷൻ ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം പറയുമല്ലോ, പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വൾണറബിൾ അല്ലാന്നോ, ആണാണോ പെണ്ണാണോ, ഇല്ല, അതുമില്ല. എല്ലാത്തിലും നമുക്ക് ഇത് വൾണറബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസാണ് ഡിജിറ്റൽ സ്പേസ്.